Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കുറ്റ്ലക്കരയിൽ വീട്ടിലെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് വീട് കത്തിനശിച്ചു. കാരടി പഞ്ചായത്ത് മറ്റൂർ വില്ലേജിലെ കുറ്റ്ലക്കര PDDPക്ക് സമീപം താമസിക്കുന്ന തൂമ്പാലൻ മത്തായിയുടെ വീട്ടിലെ ഫ്രിഡ്ജാണ് പൊട്ടിത്തെറിച്ചത്. ശനിയാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു അപകടം. ഈ സമയം വീട്ടിൽ 3 പേര് ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. ഫ്രിഡ്ജിന്റെ തൊട്ടടുത്തായി ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നുവെങ്കിലും ഭാഗ്യത്തിന് പൊട്ടിത്തെറിച്ചില്ല. അതുകൊണ്ട് വൻ ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചു. ഞാൻ ജോലിക്കാൻ തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം സംഭവിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഞങ്ങളുടെ അടുക്കളയിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് ചെറുതായിട്ട് പുകയൊക്കെ വരുന്നത് കണ്ട് വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാരും വന്നിരുന്നു. ആ സമയത്ത് ഞാനും ഇവിടേക്ക് പെട്ടെന്ന് എത്തിയ സമയത്ത് അവിടെ തീ പിടിച്ച് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് ആ ഫ്രിഡ്ജിൻ്റെ ബാക്കിലെ അത് പൊട്ടിത്തെറിച്ച് സൗണ്ട് വരികയും തീ വരികയും ചെയ്തിരുന്നു. പിന്നെ മൊത്തം പുക പിടിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഒരു ഗ്യാസ് സ്റ്റവ് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ ഗ്യാസ് സ്റ്റവ് ഞങ്ങൾ മാറ്റി വെച്ചായിരുന്നു. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് അപ്പോഴത്തേക്കും PDDPയിലെ ചേട്ടന്മാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫസ്റ്റ് എയ്ഡിനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തു. അതിനുശേഷം നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആ ദിവസം തന്നെ ഫയർഫോഴ്സുകാർക്ക് വേറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ രാവിലെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയാണ് ഇത് സംഭവിച്ചത്. പിന്നെ അതുപോലെ അതിന് ഗ്യാസിന് തൊട്ടടുത്തിന് വേറെ ഗ്യാസ് സ്റ്റവ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യവശ അതിനകത്ത് വേറെ ഒന്നും പറ്റാണ്ടിരുന്ന ദൈവമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫ്രിഡ്ജ് വേൾപൂളിൻ്റെ ആയിരുന്നു. അത് ഏകദേശം 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് വീടിന്റെ ജനലുകളും വാതിലുകളും തകർന്നു. വീടിന്റെ ഭിത്തികൾ തകരുകയും മെയിൻ വാർക്കകൾക്ക് വിള്ളൽ വീഴുകയും ചെയ്തു. ഈ ഫ്രിഡ്ജിൽ നിന്നുണ്ടായ അപകടമാണ് ഇതെന്ന് വ്യക്തമാണ്. ഫ്രിഡ്ജിന്റെ നിർമ്മാണത്തിലുണ്ടായിട്ടുള്ള അപാകതയോ അങ്ങനെ വല്ല. കാരണം ഫ്രിഡ്ജാണ് തീ പിടിച്ചത്. ഫ്രിഡ്ജിന് തീ പിടിക്കണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് തീ വരണമെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ മറ്റു കാരണങ്ങളൊന്നും ആവാൻ സാധ്യതയില്ല. വീട്ടിലെ വയറിങ്ങിലുള്ള കുഴപ്പങ്ങളൊന്നും ആവാൻ സാധ്യതയില്ല. വീടിൻ്റെ ഭിത്തികളെല്ലാം വിള്ളൽ വീണേക്കാണ്. ഒരു രോഗിയായ കുടുംബനാഥനും ഒക്കെയുള്ള ഈ കുടുംബത്തിൽ ഒരു 3 പേര്, മകനും മകൻ്റെ ഭാര്യയും മരുമകളുടെ ബ്രദറും, അങ്ങനെ 3 പേര് ഈ അകത്തുള്ളപ്പോഴാണ് അടുക്കളയിലിരുന്ന ഈ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുക. നമുക്കറിയാം അതിൻ്റെ തൊട്ടടുത്ത് ഗ്യാസ് കുറ്റിയൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും അതുകൊണ്ട് ദൈവം സഹായിച്ച് അങ്ങനെ ഒരു അപകടം ഉണ്ടായില്ല. പക്ഷേ വീടിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടായ ദുരന്തത്തിന് പരിഹാരം ഫ്രിഡ്ജിൻ്റെ കമ്പനി തന്നെ ചെയ്യേണ്ടി വരണം. അതിനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, വില്ലേജ് ഓഫീസറൂടെ വന്ന് പോയിട്ടുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി അക്കാര്യത്തിലുണ്ടാകണം. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏതറ്റം വരെയും പോകാൻ സഹായിക്കാവുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും നഷ്ടപരിഹാരം കിട്ടിയേ ഒക്കൂ. അത് ആ കമ്പനി തന്നെ അതിന് വേണ്ട വിധത്തിലുള്ള ഇടപാടുകൾ നടത്തണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. 50 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. വില്ലേജ് ഓഫീസർ, കളക്ടർ എന്നിവരെ വിവരം അറിയിച്ചു. ഏകദേശം ഒരു രാവിലെ 9 കൂടി അടുക്കള ഭാഗത്തിരുന്ന വേൾപൂളിൻ്റെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു. ഇവിടെ മകൻ മനുവും അവൻ്റെ ഭാര്യ സ്വീറ്റി, ഈ സ്വീറ്റിയുടെ ആങ്ങള സിജു അടക്കം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തീ പിടിച്ച് അവർ ചാടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് നമ്മൾ പറയാം ഒരു അത്യാഹിതം ഒഴിവായി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇതാണ്. അടുക്കളയുടെ തേക്കിൻ്റെ ഡോറ് കത്തി നശിച്ചു. ഒരുപാട് എനിക്ക് തോന്നുന്നു വീടിൻ്റെ ഭിത്തികളടക്കം വിള്ളൽ വന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവ്വരാൻ, MP ആന്റണി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും നശിച്ചു പോയി. ആളപായമില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങൾ ജനുവരിയിൽ ലോണൊക്കെ എടുത്ത്, ഡിസംബറിലൊക്കെ ലോൺ എടുത്ത് ജനുവരിയിലാണ് മോൻ്റെ കല്യാണമായിട്ട് വീടൊക്കെ ഞങ്ങൾ മെയിൻ്റനൻസ് എല്ലാം ചെയ്ത് അതെല്ലാം നശിച്ചു പോയി. വീട്ടിൽ ഞങ്ങൾ ഒരു 10-12 ലക്ഷം രൂപ ഞങ്ങൾ ലോണും കൈവായ്പയും സ്വർണ്ണമൊക്കെ വിറ്റ് അങ്ങനെയൊക്കെ ചെയ്താണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. മുകളിലേക്ക് കൊടുക്കാവുന്ന ആർക്ക് വേണമെങ്കിലൊക്കെ സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തു. ഇനി കമ്പനിക്ക് കമ്പനിക്കെതിരെ റിട്ടേൺ കംപ്ലൈന്റ് സ്റ്റേഷനിൽ കൊടുക്കണം. കാരണം ഇതിൽ നിന്നാണല്ലോ ഉണ്ടായേക്കണേ. വേറെ ഷോർട്ട് സർക്യൂട്ട് ഒന്നും അല്ലല്ലോ. വീട്ടിലെ വയറിങ്ങിന് ഇതിന്റെ ഉള്ളിൽ തന്നെ കത്തി.
ബാക്ക് വശം ഇവിടുന്ന് കത്തുന്ന ഫ്രണ്ട് മുകളിലത്തെ ഭാഗം അമ്മയും ചേട്ടൻ ബ്രദറും പിന്നെ ഹസ്ബൻഡും